കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ചതിക്കപ്പെടുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള മോശം അനുഭവങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, താങ്കൾ വസ്ത്രങ്ങൾ ധരിക്കുന്നതനുസരിച്ചിട്ട് സോഷ്യൽ മീഡിയയിലടക്കം മോശം കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ നേരിടുമ്പോൾ സ്ത്രീകൾ എങ്ങനെ പ്രതികരിക്കണം, എന്തായിരിക്കണം അവരുടെ പ്രതികരണം? ഞാൻ പറയണത് വെച്ചാൽ ഈ മോശം അഭിപ്രായം എന്ന് വെച്ചാൽ ഞാനിപ്പം കള്ള് കുടിച്ചിട്ടോ സിഗരറ്റ് വലിച്ചിട്ടോ ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുന്ന ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ക്യാരക്ടറോ എനിക്കുണ്ടെങ്കിൽ ഓക്കെ, മറ്റുള്ളവർക്ക് എന്നെ വിമർശിക്കാം. എൻ്റെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഞാൻ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്, ഞാനൊരു എയർ ഹോസ്റ്റസ് ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റുള്ളവരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ എനിക്ക് ആവശ്യമില്ല. ഞാൻ ജോലി ചെയ്ത് ഞാൻ അധ്വാനിക്കുന്ന പൈസ കൊണ്ട് ഞാൻ വാങ്ങിക്കുന്ന ഡ്രസ്സ് അത് ഏത് ഒക്കേഷനിൽ എങ്ങനെ പോകുമ്പോൾ എന്തിടണമെന്ന് വ്യക്തമായിട്ട് ധാരണയും വ്യക്തമായിട്ട് അറിവുമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഇന്ന് വരെ ഇപ്പോൾ ഇതേപോലെ ജീൻസോ ടീഷർട്ടോ ഇട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ഫോട്ടോയും ആർക്കും കാണാനും പറ്റില്ല. ഞാൻ പോകുമ്പോൾ ധാവണിയോ അല്ലെങ്കിൽ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ അല്ലെങ്കിൽ മുണ്ടൊന്നും ഏരിയതോ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇന്ന് വരെ ഏതൊരു അമ്പലം, ഗുരുവായൂരാവട്ടെ ചോറ്റാനിക്കരയാവട്ടെ, അത്യാവശ്യം ചെറിയൊരു അമ്പലവാസിയെ പോലെ, കാരണം എൻ്റെ നാട് ട്രിവാൻഡ്രം ആയതുകൊണ്ട് ചുറ്റിനും അമ്പലമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ. ഞാനിപ്പം തന്നെ ലാസ്റ്റ് ചോറ്റാനിക്കര ഒരു പൂജയ്ക്ക് പോയ സമയത്ത് അവിടെ ജീൻസ് ഇട്ടവരുണ്ടായിരുന്നു, മറ്റേ എന്താണ് നമ്മളുടെ സ്ലീവ്ലെസ് ഇട്ട കുട്ടികളുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാൻ അപ്പോഴും ഞാൻ എൻ്റേതായിട്ടുള്ള മാന്യമായിട്ട് ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ എവിടെയും പോയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ബൈക്ക് ആൻഡ് കാർ റാലിക്ക് ഞാനിവിടെ വന്നു. കാരണം ഞാനിവിടെ ധാവണി കൊടുത്ത് വന്നില്ല. ഞാനിവിടെ എൻ്റെ 4x4 താറാണ്, ഓഫ് റോഡ് വണ്ടിയാണ്. അപ്പോൾ ഡബിൾ ഹൈറ്റുള്ള എൻ്റെ ജീപ്പിൽ എനിക്ക് കയറി ഇരിക്കാൻ കംഫർട്ടായിട്ടുള്ള ജീൻസും ടീഷർട്ടും ഇട്ട് വന്നു. അതുപോലെ തന്നെ ഞാൻ എവിടെ പോകുമ്പോഴത്തേക്കും എനിക്ക് ആ പോകുന്ന അവിടുത്തെ കാലാവസ്ഥ നോക്കണം. ഇപ്പം ഇന്ന് തന്നെ ഇത്രയും ചൂടത്ത് എനിക്ക് കോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാൻ കോട്ട് റിമൂവ് ചെയ്തു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് എടുത്തപ്പോൾ ആ കോട്ട് ഞാൻ ഇട്ടു. കാരണം എനിക്കറിയാം എൻ്റെ ബോഡി ലാംഗ്വേജ് എന്തുണ്ട്, എൻ്റെ വെയിറ്റ് എനിക്കറിയാം, എൻ്റെ കളർ എനിക്കറിയാം, എൻ്റെ ഹൈറ്റ് എനിക്കറിയാം. കാരണം എനിക്ക് നല്ല ബോധമുണ്ട് എൻ്റെ ബോഡിക്ക് മറ്റുള്ളൊരാൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എൻ്റെ ബോഡിക്ക് ഏത് ഡ്രസ്സായിരിക്കും ചേരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എന്നെ എൻ്റെ അപ്പിയറൻസ് എത്രത്തോളം മനോഹരമാക്കാം, അല്ലെങ്കിൽ ഒരു വൾഗാരിറ്റി ഇല്ലാതെ കൊണ്ടുപോകുന്നത്. പിന്നെ കാണുന്നവരെ അവരുടെ ഇഷ്ടമാണ്, അവർക്ക് എങ്ങനെ കാണണമെന്ന് എങ്ങനെ ഇതാക്കണമെന്ന്. പൊട്ടക്കളത്തിൽ തവളേനെ പോലെ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ട്രൗസർ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പോകുന്ന ഒന്ന് ക്ലൈമറ്റ് ഞാൻ നോക്കും. ഇപ്പോൾ ഒരു നല്ല ഞാൻ തിരുപ്പൂർ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പർദ്ദയും മഫ്തയും തൊട്ട് ഹിജാബ് ഉൾപ്പെടെ ഇടും. കാരണം ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. എൻ്റെ കമ്പനിയിലേക്ക് സാധനം ഞാൻ പർച്ചേസ് ചെയ്യാൻ എനിക്ക് ഫാബ്രിക്ക ഹോഴ്സറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ഞാൻ തിരുപ്പൂർ പോകുമ്പോഴൊക്കെ ഞാൻ എക്സ്ട്രാ ഞാൻ ഇത് വയ്ക്കും. അവിടെ ഞാൻ ചെറിയ സ്ലീവ്ലെസ് ഇട്ട് പോലും, കാരണം അമ്മാതിരി വെയിലും 42, 43, 48 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ എൻ്റെ സ്കിന്നൊക്കെ പൊള്ളി ഇളകി പോകും. ഞാൻ പർദ്ദയിട്ട് നല്ല ലൂസുള്ള പർദ്ദയിട്ട്, അത് ബ്ലാക്ക് യൂസ് ചെയ്യാൻ നോക്കൂല, കാരണം വെയിലിനെ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട്. ഞാൻ പർദ്ദയിട്ട് ഹിജാബ് ഇട്ട് അത്രത്തോളം കാറ്റടിച്ച് പറന്ന് പോകാതിരിക്കാൻ ഞാൻ അത്രയും മൂടി കെട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അത് എൻ്റെ സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ല, അത് എനിക്ക് മതഭ്രാന്തുണ്ടായിട്ടല്ല ഞാനത് ഇടുന്നത്. അതുപോലെ എനിക്കറിയാം ഏത് ഡ്രസ്സ് ഏത് ഒക്കേഷനിൽ ഇടണമെന്നുള്ളത്. ഇപ്പോൾ പോകുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവിടുത്തെ ഏത് ഫംഗ്ഷനാണ് നടക്കുന്നത്, അതൊക്കെ ക്ലൈമറ്റ് ഇതെല്ലാം ഒരു ഘടകമാണ്. അത് നോക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് മറ്റാരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം ഞാൻ ഇന്നിപ്പം എൻ്റെ വെയിറ്റ് ഇന്നിപ്പോൾ 70 കിലോ ഉണ്ട് എനിക്ക്. ഞാൻ ഇപ്പോൾ അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് സ്റ്റാർട്ടാവാത്തത് കൊണ്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കാത്തതെന്ന് പറയാം. ഞാനൊരു തമിഴ്, തെലുങ്ക്, കന്നഡ, ഗോമതി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. പക്ഷേ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും അവർ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അതിന് വരുന്ന സമയമാവട്ടെ എന്ന് അതിന് വേണ്ടിയിട്ട് അവർ പറഞ്ഞത് എനിക്ക് 85 കിലോ ആണ് അവർ പറഞ്ഞ വെയിറ്റ്. ആ മൂവിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് മൂവി ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ജയകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 ഗെറ്റപ്പ് കാണിക്കുന്നുണ്ട്. ഒരു 45 വയസ്സ് ഫീൽ ചെയ്യണം, അത് കഴിഞ്ഞിട്ടൊരു 30 ഉണ്ട്, പിന്നെ ഒരു 23 കാണിക്കണം. അപ്പം അതിന് ശേഷം എനിക്കൊരു 20 കിലോ വെയിറ്റ്, ഈ 85 കിലോ എന്ന് എനിക്ക് ഒരു ഏകദേശം ഒരു 50 കിലോയോളം വെയിറ്റ് പിന്നെ റെഡ്യൂസ് ചെയ്യണം. അപ്പം ഞാനൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എനിക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് ചിലർ തടിച്ച് എന്നൊക്കെ പറയാറുണ്ട്. അത് എൻ്റെ ഇതിനനുസരിച്ച് എനിക്ക് എല്ലാവരോടും പാടി നടക്കാൻ പറ്റത്തില്ല, എല്ലാവരുടെ മുമ്പിൽ എനിക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്തിനു വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങളും ഇപ്പോൾ ഈ ലാസ്റ്റ് 1-2 എൻ്റെ വീഡിയോസിൻ്റെ ഭയങ്കരമായിട്ട് തടിച്ച് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞത് തന്നെ. അത് എനിക്കെന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു വണ്ണം കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവരുടെ മാത്രം പ്രശ്നമായിരിക്കില്ല. അവർക്ക് തൈറോയ്ഡ്, ദൈവം സഹായിച്ച് ഇന്ന് വരെ എൻ്റെ ഹെൽത്തി ബോഡിയാണ്, എനിക്കൊരു അസുഖമില്ല, എനിക്കൊരു PCOD തൈറോയിഡോ അതെൻ്റെ ഇതുകൊണ്ടല്ല, കാരണം എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് എനിക്കിതൊക്കെ എപ്പോഴോ വരേണ്ടതാണ്. എനിക്ക് യാതൊരുവിധ ഹോർമോണിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഒന്നും എനിക്കിത് വരില്ല. പക്ഷെ നാളെ ഇതൊക്കെ സംഭവിച്ചാൽ ഞാൻ ഈ 70 എന്നുള്ള ചിലപ്പോൾ 170 ആയിരിക്കും.
ആ 170 ആവുന്ന സമയത്ത് ഞാൻ ഈ ഇന്നിട്ടിരിക്കുന്ന ഒരു ഡ്രസ്സും എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അന്ന് ഞാൻ അയ്യോ എനിക്ക് നല്ല പ്രായത്തിലൊന്നും എനിക്ക് നല്ല ഡ്രസ്സ് ഇടാതെ എനിക്ക് ഇനി ഇടാൻ പറ്റുന്നില്ലല്ലോ എന്ന് നോക്കിയിട്ടല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച സ്കൂളുകളിലൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ കുഞ്ഞിലേ തൊട്ടേ എൻ്റെ ഒരു കോസ്റ്റ്യൂം ഈ ലെവലിലാണ്. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇതുപോലെയാണ്. എൻ്റെ ടീച്ചേഴ്സോ എൻ്റെ ആരും കാരണമെന്ന് വെച്ചാൽ അന്ന് ഞാൻ മിനി സ്കേർട്ട് യൂസ് ചെയ്യും, സ്ലീവ്ലെസ് യൂസ് ചെയ്യും, ഞാൻ ജീൻസും ഷർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ജീൻസ് ടീഷർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഗൗൺ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡ്രസ്സും ഞാനന്ന് സാരി കൊച്ചു കുട്ടികൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രം വീട്ടിൽ മാത്രം ഉടുത്ത് എൻ്റെ എന്താ പറയുക ആഗ്രഹം അവിടെ സഫലീകരിക്കുമെന്നല്ലാതെ എല്ലാ ഡ്രസ്സും എന്നെ കാണുന്ന എൻ്റെ നാട്ടിലോ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾക്കോ ഒന്നും ഒരു പുത്തരിയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നാറുമില്ല. കാരണം എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇതുപോലെയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറിയതോ ഒന്നുമല്ല. ഞാൻ പർദ്ദ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഗൾഫിൽ ഞാൻ പർദ്ദ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, കാലിക്കറ്റിൽ എനിക്ക് കുറച്ച് ഷോപ്പുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പർദ്ദ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ മുസ്ലിംസിൻ്റേതായിട്ട് പല പ്രോഗ്രാമിന് പോകുമ്പോഴും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ട് അതാണ്. കാരണം അവിടെ പിടിച്ച് വെച്ച് ഇവിടെ പിടിച്ച് വെച്ച് അങ്ങനെ ഇതാക്കി മുകളിലോട്ട് കയറ്റി താഴോട്ട് കയറ്റി ഇരിക്കണേക്കാട്ടിയും നല്ലത്. കാരണം എനിക്ക് കംഫർട്ടായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ആ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ നോമ്പ് തുറയുടെ പ്രോഗ്രാം പോകുന്ന സമയത്ത് പർദ്ദയാണ് ഞാൻ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇപ്പോൾ സ്കേർട്ടും ഫുൾ സ്ലീവ് ഷർട്ടും ആണെങ്കിൽ ഞാൻ അതിൽ കൂടി ഒരു മഫ്ത യൂസ് ചെയ്യും. അതാ പോകുന്നത്. ഞാൻ അമ്പലത്തിലല്ല പോകുന്നത്, ഞാൻ നോമ്പ് തുറയ്ക്കാണ് പോകുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം എനിക്കുണ്ട്. ഇപ്പം അവരുടെ വിവരമില്ലായ്മ, അവരിതുപോലെ അത് ഈ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വന്ന് കമൻസിലായിട്ടാണ് ഈ പറയുന്നത്. അല്ലാതെ നേരിട്ട് വന്ന് ഒരാൾക്ക് വന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന അതിൽ പറയുമ്പോൾ എടി മറ്റേ മോളെ നീ എന്തിനെടുത്തിട്ട് എന്ന് പറയാനുള്ള ധൈര്യം ഒരുത്തനുമില്ല. മുഖമില്ലാത്ത, മേൽവിലാസമില്ലാത്ത, യാതൊരു ബോധം എന്ന് വെച്ചാൽ എനിക്ക് വിവരമില്ല എന്ന് ഞാൻ മറ്റുള്ളവരെ അറിയിക്കുക. ഈ ഇട്ടാവട്ടം മാത്രമല്ല ഈ ലോകമുള്ളതെന്ന് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇതിന് പുറത്തും ഒരു ലോകമുണ്ട്. ഇപ്പം നമ്മുടെ കോളം ബീച്ചിൽ പോയാൽ അറിയാം. എന്തിനു പറയണം, നമ്മുടെ കൂടുതലൊന്നും പറയൂടെ, എറണാകുളത്ത് തന്നെ നമ്മൾക്കിപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അവിടെയോ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ സിറ്റിയിലോ എവിടെ ആവട്ടെ ഇന്നത് കോമൺ ആണ്. ഇപ്പോൾ ഷോർട്ട്സ് ഇട്ട് നടക്കുന്നതോ സ്ലീവ്ലെസ് ഇട്ട് നടക്കുന്നതോ അവരെയൊക്കെ വെച്ച് ഞാനിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുമ്പോഴേക്കും അവരെയൊക്കെ വെച്ച് എനിക്കാണ് ഡ്രസ്സിൻ്റെ അളവ് കൂടുതലെന്ന് ഞാൻ വിചാരിക്കും. ആരും ആരെയും നോക്കാറില്ല. ഇപ്പം ഞാൻ അവിടെ ദുബൈയിലായിരുന്നു, എൻ്റെ പാരൻസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. 10-31 വർഷമായിട്ട് അവരൊക്കെ അവിടെയാണ്. പക്ഷേ അവിടെ നിന്ന് ആരെയും നോക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇപ്പം വില്ല ആവട്ടെ, അവിടെയൊന്നും ഒരു മനുഷ്യൻ, അവിടെ മൊറോക്കൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലാറ്റിൽ ഞാൻ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് മൊറോക്കൻസ് ഉണ്ട്, പാകിസ്ഥാനി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പുറത്ത് നമ്മളുടെ ഇവിടെ തന്നെ പല രാജ്യത്തുള്ളവരും ഉണ്ട്, നമ്മളുടെ രാജ്യത്തുള്ള പല സംസ്ഥാനത്തിലുള്ളവരും ഉണ്ട്. നോർത്ത് ഇന്ത്യൻസൊക്കെ ഇവിടെയും അവരുടെ അതേ രീതിയിൽ അവർ ഡ്രസ്സ് ചെയ്യുന്നത്. അവർ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ വെച്ച് നമ്മളൊന്നുമില്ല. പക്ഷേ നമ്മളെ മലയാളികളെ മാത്രമേ ചീത്ത വിളിക്കാറുള്ളൂ. തമന്ന ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇവരൊന്നും പറയില്ല, രശ്മിക മന്ദാന ഇട്ട് കഴിഞ്ഞാൽ ഇവരൊന്നും പറയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിപ്പോൾ അംബാനിയുടെ അദാനിയുടെ മക്കൾ ഇട്ട് കഴിഞ്ഞാൽ ഇവർ പറയില്ല. കാരണം നമ്മളുടെ ഇട്ട വട്ടത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി നമ്മൾ അവരുമായിട്ട് മാക്സിമം. അതുകൊണ്ടൊക്കെയാണ് ഈ പല ആൾക്കാർ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അല്ലാത്ത ഇടുന്ന കൂടുതൽ ഈ സാധാ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ നിൽക്കാത്തതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അവൈലബിൾ ആകുമ്പോഴാണ് നമ്മളുടെ, കാരണം അവർ അതിനൊരു പറയുന്ന കാരണം നമ്മളെ സഹോദരിയെ പോലെ കണ്ടു, നമ്മളുടെ വീട്ടിലെ കുട്ടിയെ പോലെ കണ്ടു എന്ന്. കാരണം ഞാനും വേറൊരു വീട്ടിലെ കുട്ടിയാണ്, എൻ്റെ കുഞ്ഞ് എൻ്റെ മകളാണ്. അപ്പോൾ അവൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കണം, അവൾ ഇപ്പോൾ ഷോർട്ട്സ് ഇട്ട് നടക്കും. കാരണം അവളുടെ ടീച്ചേഴ്സ്, അവൾ മാള ഗ്രേസ് ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത് നാട്ടിൽ. പുറത്ത് പഠിക്കുമ്പോഴത്തേക്ക് അവിടെ പിന്നെ അതിൻ്റെ വിഷയം വരുന്നില്ല. അപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സ് റഷ്യൻസ് ആണ്, ഗോവൻസ് ഉണ്ട്, അവരെല്ലാം ബിക്നിക്ക് ഇട്ടിട്ടാണ് ഹോസ്റ്റലിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവളെ സംബന്ധിച്ചുള്ള ഏറ്റവും എനിക്ക് ആകെ ഒരു ഭയങ്കര വൃത്തിയിടണം. സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ട ഒരൊറ്റെണ്ണം പൊട്ടിക്കാനൊക്കെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ പറയുമ്പോൾ മാത്രമാണ്. ആ കൊച്ചിനെയും കൂടെ നീ മോശമാക്കരുതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല, അവളാണ് അഡ്വാൻസ്ഡ്. കാരണം അവൾ പഠിക്കുന്ന സ്കൂള് ഞാൻ പഠിച്ച അതിനെക്കാട്ടും ഒരുപാട് സ്റ്റാൻഡേർഡ് ഉള്ളൊരു സ്കൂളാണ് അവൾ പഠിക്കുന്നത്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹോസ്റ്റലിൽ ഇപ്പോൾ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്കൊന്ന് അവളോ അവളുടെ കൂടെ ഒരു 10 കുട്ടികളൊക്കെ മലയാളികളുള്ളൂ. ബാക്കിയെല്ലാം നോർത്തിൽ നിന്ന് വന്ന കുട്ടികളാണ്. ഇപ്പോൾ അമേരിക്ക, US ഒക്കെ അങ്ങനെയുള്ള ഫോറിൻ കൺട്രീസിൽ വന്ന കുട്ടികൾ. അവരുടെയൊക്കെ ഡ്രസ്സിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ കുഞ്ഞിലെ അത് കണ്ടാണ് വളരണം. അവളുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലത്തെ, ഇപ്പം ഞാനിപ്പോൾ അവിടെ ഗൾഫിലാണെങ്കിലും നമുക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സ് അതിന് സാരി എടുത്തല്ലേ വരുന്നത്. മിനി സ്കേർട്ട് ഇട്ട് വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. ന്യൂ ഇന്ത്യ സ്കൂളിൽ ഞാൻ പഠിച്ചു, അവിടെ മിനി സ്കേർട്ട്. പക്ഷേ അവിടെ ഒരു വൈറ്റ് കോട്ട് മാത്രമേ അവിടെ നിർബന്ധമുള്ളൂ. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ലോകമല്ല എൻ്റെ ലോകം, അവർ വളർന്ന ലോകമല്ല എൻ്റെ ലോകം. അത് ചിന്തിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു ലെവലിന് ഈ മോശം കമൻസ് ഇടുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെവലിനും താഴോട്ടുള്ളവരാണ്.
അതിപ്പോൾ അവരുടെ പ്രൊഫഷൻ വെച്ചിട്ടല്ല പറയുന്നത്. ചിലപ്പം ഇപ്പോൾ ഞാൻ ചിലരുടെയൊക്കെ കമൻസ് കാണുമ്പോൾ, അവരുടെ നിലപാട് കാണുമ്പോൾ, അവരുടെ വ്യക്തിത്വം കാണുമ്പോഴത്തേക്കും ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കും. ചിലപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരിക്കും, അല്ലെങ്കിൽ ശരിക്കും മറ്റേ കൂലിപ്പണിക്ക് പോകുന്ന മറ്റേ കൺസ്ട്രക്ഷൻ അങ്ങനെ ആശാരിപ്പണി മേശരിപ്പണിക്ക് പോകുന്നു. പക്ഷേ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അവർ ആ പ്രൊഫഷൻ ഇതാക്കുന്നതെന്ന് വെച്ചാൽ. അപ്പം നമുക്കിപ്പോൾ ഒരു മനുഷ്യനെ വേഷം കൊണ്ടോ ജോലി കൊണ്ടോ ഒന്നും അളക്കാൻ പറ്റില്ല. കാരണം അത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. എനിക്ക് ജോലിയില്ലേന്ന് പറഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കാതെ അവരുടെ ജോലി ചെയ്യുന്നുള്ളൂ. പക്ഷേ അപ്പോൾ അവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ. കാരണം അത്രയും കമൻസ് കണ്ടിട്ടാണ് ഞാൻ ചില ഇപ്പോൾ മനോരമയിലോ ഏഷ്യാനെറ്റിലോ ഒക്കെ എന്തെങ്കിലും ഒരു ന്യൂസുപരമായ കമൻസ് കാണുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. അവർ എന്തൊരു ആറ്റിറ്റ്യൂഡാണ് അവരുടെ, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രൊഫൈലേ ആയിരിക്കില്ല. അപ്പം സാമ്പത്തികം ഒന്നും അല്ല ഇതിൻ്റെ ഒരു അടിസ്ഥാനം, ജോലിയൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഒരു എന്താ പറയുക വിവരമില്ലായ്മയാണ് നമ്മളത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഉളുപ്പുമില്ലാതെ ഒരു നാണവുമില്ലാതെ മറ്റുള്ളവരെയും കൂടെ അറിയിക്കുന്നത്. അവരവരുടെ വീട്ടിലെ കാര്യം അവരവർക്ക് നോക്കാൻ കഴിയുന്നില്ല. മറ്റുള്ളവരിപ്പോൾ ഇവരിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ, ഞാൻ പോകുന്ന ആൾക്കാരുടെ മുമ്പിൽ, ഞാൻ കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ, എൻ്റെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ അവർക്ക് ഞാൻ എന്താണ് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് എൻ്റെ നിലപാട്, എൻ്റെ വ്യക്തിത്വമൊക്കെ നോക്കി എനിക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. എന്നെ യാതൊരു പരിചയമില്ലാതെ, അതുകൊണ്ട് എൻ്റെ ജീവിത നിലവാരം ഓരോ ദിവസം ചെല്ലും തോറും ഇവരിങ്ങനെ കമൻസ് ഇട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ജീവിത നിലവാരം എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ഓരോ ദിവസം ചെല്ലും തോറും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്കെന്താ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഒരു ദിവസം ഒരു അരമണിക്കൂറോ ചിലപ്പോൾ 3-4 ദിവസത്തിൽ വെറുതെ ഇരിക്കുന്ന സമയത്തുള്ള എൻ്റെ നേരം പോക്ക് മാത്രമാണ് ഈ FB എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പേ അത് എല്ലാ പേർക്കും ഫേസ്ബുക്ക് നഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഹാക്കായോ, ആയെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അത്രയേ ഉള്ളൂ. കാരണം എൻ്റെ നിലപാട് ഞാൻ എവിടെയും ആരെയും പേടിക്കാതെ തുറന്ന് പറയുന്നതിൻ്റെ പേരിൽ ഒരുപാട് ബാങ്ക് കിട്ടാറുണ്ട് എനിക്ക്. അപ്പോൾ നമ്മളുടെ ഈ നിലപാടുള്ള സ്ത്രീകളെയാണ് അടച്ചാക്ഷേപിക്കുന്നത്, അല്ല സ്ലീവ്ലെസ്സും ക്ലീവേജും അല്ല പ്രശ്നം. നിലപാടുള്ളവരെ അവർക്ക് ആശയപരമായിട്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ ആണ് അവരെ വെറും താറടിച്ച് കാണുകയും വളരെ ആഭാസകരമായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരെ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന ഒരാളെ അല്ല. എൻ്റെ മൈൻഡിൻ്റെ ഒരു കോണിൽ പോലും പലരും എന്നെ ഇപ്പം കമൻസിൽ നമ്മൾ ഭയങ്കര ശത്രു, പക്ഷേ നേരിട്ട് കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എഴുതിയ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും, ഒരാളുടെയും പേര് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, അവരുടെ ഫോട്ടോ മാറ്റിയാലും എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഫോളോവേഴ്സ് എല്ലാം ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ ഒരാളുടെയും ഇൻബോക്സിൽ മറുപടി കൊടുക്കാറില്ല. ഒരു പരിധി വരെ ഈ പരസ്യമായിട്ട് മോശം പറയുന്ന നമ്മളെ എന്താ പറയുക ഈ അസഭ്യം പറയുന്ന ആൾക്കാർ, ഞാൻ ഞാൻ പോയി നോക്കുമ്പോൾ ഇൻബോക്സിൽ പോകുമ്പോൾ അവിടെ കമൻറ്റ്സ് ഉണ്ടാവും. അവർ ചായ കുടിച്ചോ ചോറ് തിന്നോ മറ്റേതായിക്കോ മറിച്ചതായിക്കോ എന്നുള്ളതിന് റിപ്ലൈ കിട്ടാതെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇൻബോക്സ് ഇല്ല, ഞാനല്ല നോക്കുന്നത്, പേജ് മാനേജേഴ്സാണ് നോക്കുന്നത് എന്ന് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരെ പോലെ തന്നെ അവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു ദിവസം എന്തൊക്കെ പണികളുണ്ട് അതൊക്കെ ഞാൻ ചെയ്യുന്നു. നേരം വെളുത്ത് കഴിഞ്ഞ് തൂക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം, തുണി കഴുകണം, സെലിബ്രിറ്റി ആണെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചതെന്ന് വെച്ചാൽ ഇതൊന്നും എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഇതൊക്കെ ഇവർ വന്ന് ചെയ്തു തരുമോ? അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലിക്ക് പോകണ്ടേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവർക്ക് ഞാൻ കമൻസിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാൻ അത്യാവശ്യം എനിക്ക് കുറച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അത് പോരാതെ അവിടെയും കൂടെ വന്ന് എന്തറിയാനാണ്? ഞാൻ എൻ്റെ ഡെയിലി കാര്യങ്ങൾ ഞാൻ അവിടെ പറയുന്നുണ്ട്, ഡെയിലി റൊട്ടീൻ എന്താണ്, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് തോന്നുന്നു, എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കണമെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അതല്ലാതെ ഞാനല്ല നേരം പോലെ തിരട്ടുന്ന ഒരു 10 സെർവൻറ്റിനെയൊക്കെ വെച്ച് കാലൊക്കെ വെച്ചിട്ട് ജ്യൂസ് വരട്ടെ ഫുഡ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. അങ്ങനെ ഇരുന്നിട്ട് കാലം ഉണ്ടായിരുന്നു വീട്ടുകാരുടെ കൂടെ ജീവിക്കുമ്പോൾ. അതിപ്പോഴും അവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ അതെപ്പോഴും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. അല്ലാത്ത സമയമൊക്കെ ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അതിനെ മറ്റുള്ളവർ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട ആവശ്യം ഉണ്ട്. അവരുടെ വീട്ടിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കണം, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക. നമ്മൾ ജീവിക്കുന്ന പോലെ മറ്റുള്ളവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പം കൂടുതലും രാഷ്ട്രീയക്കാരും സിനിമ മേഖലയിൽ നിൽക്കുന്നവരുമാണ് ഈ ഒരുപാട് ഇതുപോലെയുള്ള സൈബർ ആക്രമണത്തിനും അതിനും ഇതിനൊക്കെ ഇരയാവുന്നത്. അവരുടെ വിചാരം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, എല്ലാ പേർക്കും പിന്നെ മെക്കിട്ട് കയറാനുള്ളൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് എന്നുള്ളത്. അതാണ് എല്ലാവരുടെയും ചിന്ത. അവരവരുടെ പണി തുടർന്നോട്ടെ. ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് വളരെ നന്നായിട്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകും. ആകെ ഒരു പ്രാർത്ഥനയെന്ന് വെച്ചാൽ ആയുസ് കൂടുതലില്ലെങ്കിലും വേണ്ടില്ല, ജീവിക്കത്തിടത്തോളം കാലം ആരോഗ്യം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്.
അതുകൊണ്ട് എൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആരും നമ്മളെക്കാട്ടിയും വേവലാതി മറ്റുള്ളവർക്കാണ്. അയ്യോ മെലിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോ മറ്റതോ മറിച്ചതോ എന്ന് പറയാം, ഏതെങ്കിലും ഒരു മൂവിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് എന്തോ ഇതായിട്ടായിരിക്കും കുറയ്ക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കൂട്ടുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ കമലിക്കാടെ പ്രണയമീനുകളുടെ കടൽ പുള്ളി പറഞ്ഞു, അത് മെർലിനായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ. പുള്ളിക്കാരി പറഞ്ഞു വണ്ണം കൂട്ടണം, ഉള്ളതിനെക്കാട്ടിയും കുറച്ചുകൂടെ കൂട്ടണം എന്ന് പറഞ്ഞു. റോസാപ്പൂവിൽ അതിലും പറഞ്ഞു കൂട്ടണമെന്ന്. മറ്റേ നദികൾ സുന്ദരി യമുന അതിലും പറഞ്ഞു കുറച്ചുകൂടി വണ്ണം വേണമെന്ന് പറഞ്ഞു. ഫോട്ടോസ് കണ്ടിട്ട് പറഞ്ഞു. അപ്പം അതിനനുസരിച്ചിട്ടാണ് എൻ്റെ വണ്ണം കൂടുന്നതും കുറയുന്നതും ഒക്കെ. അപ്പം അത്രയേ ഉള്ളൂ.